വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിലൂടെ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ 6th സെമസ്റ്റർ ഫാർമക്കോളജി 3 സബ്ജക്റ്റിലെ യൂണിറ്റ് 1 അതിൽ തന്നെ ആൻറ്റി ആസ്മാറ്റിക് ഡ്രഗ്സ് ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് ബ്രോങ്കിയൽ ആസ്മ? ബ്രോങ്കിയൽ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെറൈറ്റി ഓഫ് സ്റ്റിമുലൈ ഉണ്ട്. ഇത് എക്സ്റ്റേണൽ സ്റ്റിമുലൈ, കെമിക്കൽസ് ആവാം, പൊളൻ ഗ്രെയിൻസ് ആവാം, ഡസ്റ്റ് ആവാം. ഇതുപോലത്തെ വെറൈറ്റി ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലേസിനോടുള്ള ട്രക്കിയോ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസിൻ്റെ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ആണ്. അതുവഴി എയർ ട്യൂബ്സ് നാരോ ആവും, സെക്രീഷൻ മ്യൂക്കസ് സെക്രീഷൻ ഇൻക്രീസ് ചെയ്യും, മ്യൂക്കോസൽ എഡിമ കോസ് ചെയ്യും, മ്യൂക്കസ് പ്ലഗ് ഫോം ചെയ്യും. അങ്ങനെ റിവേഴ്സിബിൾ എയർവേ ഒബ്സ്ട്രക്ഷൻ കോസ് ചെയ്യും. ഇതാണ് ബ്രോങ്കിയൽ ആസ്മാൻ്റെ ക്യാരക്ടറൈസേഷൻ വരുന്നത്. ആസ്മാറ്റിക് പേഷ്യൻസിൻ്റെ കേസിൽ ഇപ്പോൾ അലർജൻ വന്നിട്ട് ആൻറ്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിൻ്റെ റിലീസ് ഉണ്ടാവും. അങ്ങനെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യുന്നത് വഴി മ്യൂക്കസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, മ്യൂക്കസ് പ്ലഗ് ഫോം ചെയ്ത് എയർവേ ഒബ്സ്ട്രക്ഷൻ കോസ് ചെയ്യും. ഇനി അതിൻ്റെ സിംറ്റംസ് ആണ് ഡിസ്നോയിയ. ഡിസ്നോയിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ വീസിങ്, കഫ്, ബ്രീത്ത്ലെസ്നെസ്, ചെസ്റ്റ് ടൈറ്റ്നസ്, റാപ്പിഡ് റെസ്പിറേറ്ററി റേറ്റ്, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് വരുന്നത്. അടുത്തത് പാത്തോഫിസിയോളജി. പാത്തോഫിസിയോളജിയിൽ പറയുന്നത് ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്യുക എവിടുന്ന മാസ്റ്റ് സെൽസ് എന്നാണ്. ഈ മാസ്റ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ ലങ്സിലാണ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. മാസ്റ്റ് സെൽസ് എന്നാണ് ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും? വേരിയസ് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യും. അതായത് TNF ആൽഫ, ഹിസ്റ്റമിൻ, ഇന്റർലൂക്കിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ പോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യും. ഇനി ഒരു അലർജൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സീരീസ് ഓഫ് പ്രോസസ്സാണ് അലർജൻ വന്ന് നമ്മുടെ ആൻറ്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്യുക. ആൻറ്റിബോഡി എവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക? മാസ്റ്റ് സെൽസിലാണ്. മാസ്റ്റ് സെൽസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീനെ ആയിട്ട് അലർജൻ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഡീഗ്രാനുലേഷൻ നടന്ന് ലൂക്കോട്രൈൻസ് റിലീസാവും. ഈ ലൂക്കോട്രൈൻസ് റിലീസാവും, മാസ്റ്റ് സെൽ റപ്ചർ നടക്കും. മാസ്റ്റ് സെൽ റപ്ചർ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൂക്കോട്രൈൻസ് ഉണ്ടല്ലോ റിലീസായത്, അത് വന്ന് ലൂക്കോട്രൈൻ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ കോസ് ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു സീരീസ് ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ്. ആൻറ്റി ആസ്മാറ്റിക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ്, β2 സിംപതോമിമെറ്റിക്സ്, സാൽബ്യൂട്ടമോൾ, ടെർബ്യൂട്ടാലിൻ, ബാംബ്യൂട്ടറോൾ, എഫിഡ്രിൻ, സാൽമെട്രോൾ, ഫോർമോടെറോൾ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. അടുത്തത് മീഥൈൽ സാന്തിൻ, തിയോഫൈലിൻ, അമിനോഫൈലിൻ, ഡോക്സോഫൈലിൻ, എത്തോഫൈലിൻ ആണ് എക്സാമ്പിൾ. ആൻറ്റി കൊളിനർജിക്സ്, ഇപ്രാട്രോപ്പിയം ബ്രോമൈഡും തയോട്രോപ്പിയം ബ്രോമൈഡും. അടുത്തത് LT ആൻറ്റഗോണിസ്റ്റ്, അതായത് ലൂക്കോട്രൈൻ ആൻറ്റഗോണിസ്റ്റ്, മോണ്ടി ലൂക്കാസ്റ്റ്, സാഫിർ ലൂക്കാസ്റ്റ്, സില്യൂട്ടൻ. അടുത്തത് മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് സോഡിയം ക്രോമോഗ്ലൈക്കേറ്റ്, കീറ്റോടിഫൻ. അടുത്തത് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആണ്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് 2 ടൈപ്പ് ഉണ്ട്, സിസ്റ്റമിക്കും ഇൻഹലേഷണലും. സിസ്റ്റമിക് ആണ് ഹൈഡ്രോ കോർട്ടിസോൺ, പ്രെഡ്നിസോളോൺ, മീഥൈൽ പ്രെഡ്നിസോളോൺ. ഇൻഹലേഷണൽ ആണ് ബെക്ലോമെഥസോൺ ഡൈപ്രോപ്പിയോനേറ്റ്, ബ്യൂഡിസോണൈഡ്, സൈക്ലിസോണൈഡ്, ഫ്ലൂട്ടിക്കസോൺ. അടുത്തത് IG ആൻറ്റിബോഡീസ് ആണ്, ഒമാലിസുമാബ്. അതാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ആണ് β2 സിംപതോമിമെറ്റിക്സ്. β2 സിംപതോമിമെറ്റിക്സ് എന്ന് പറഞ്ഞാൽ β2 റിസപ്റ്റർ അഗോണിസ്റ്റിൻ്റെ ആക്ഷനെ മിമിക് ചെയ്യുന്ന, അതായത് മിമിക് എന്ന് പറഞ്ഞാൽ അനുകരിക്കുന്ന ഡ്രഗ്സ് ആണ് β2 സിംപതോമിമെറ്റിക്സ്. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു β2 സിംപതോമിമെറ്റിക്സ് എന്ത് ചെയ്യും? β2 റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുക. β2 റിസപ്റ്ററിൽ ആക്ട് ചെയ്തിട്ട് β2 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് CAMP ലെവൽ, അതായത് സൈക്ലിക് AMP ലെവൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. CAMP ലെവൽ അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവിടെ CAMPൻ്റെ റിലീസ് ഉണ്ടാവും. അങ്ങനെ ബ്രോങ്കിയൽ മസിൽ റിലാക്സേഷൻ കോസ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു മെക്കാനിസമാണ് CAMP ലെവൽ മാസ്റ്റ് സെൽസിൽ ഇൻക്രീസ് ചെയ്ത് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിൻ്റെ റിലീസിനെ പ്രിവെൻറ്റ് ചെയ്യും. അടുത്തൊരു മെക്കാനിസമാണ് സൈറ്റോകൈൻസിനും ബേസോഫിൽസിൻ്റെ ഒക്കെ റിലീസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് β2 സിംപതോമിമെറ്റിക്സ്. അടുത്തതായിട്ട് ഡ്രഗ്സ് ആണ് സാൽബ്യൂട്ടമോൾ. സാൽബ്യൂട്ടമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു β2 അഗോണിസ്റ്റ് ആണ്. ഷോർട്ട് ആക്ടിംഗ് ആണ്, പെട്ടെന്നാണ് അതിൻ്റെ ആക്ഷൻ നടക്കുക, ക്വിക്ക് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ്. പിന്നെ 2 to 4 hours ആണ് അതിൻ്റെ റിലീഫ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഹെയിൽഡ് സാൽബ്യൂട്ടമോൾ ആണെങ്കിൽ. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുകയാണെങ്കിൽ സെലക്റ്റീവ്ലി അത് എന്ത് ചെയ്യും? β2 റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് G പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ATPനെ സൈക്ലിക് AMP ആയിട്ട് കൺവേർട്ട് ചെയ്യും അഡിനൈൽ സൈക്ലേസിൻ്റെ പ്രസൻസിൽ.
അങ്ങനെ Ca2+, കാൽസ്യം ഡിപ്പെൻഡൻറ്റ് കപ്ലിംഗ് ഓഫ് ആക്ടിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ് റെഡ്യൂസ് ചെയ്ത് സ്മൂത്ത് മസിൽ റിലാക്സേഷൻ കോസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിൻ്റെ റിലീസിനെയും പ്രിവെൻറ്റ് ചെയ്യും. അടുത്തത് അതിൻ്റെ ഫാർമക്കോ കൈനറ്റിക്സ് ആണ്. ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഹലേഷനായിട്ടാണ് നമ്മൾ സാൽബ്യൂട്ടമോൾ ഇൻഹലേഷനും കൊടുക്കും, ഓറലും കൊടുക്കും. ഇൻഹലേഷൻ ആണെങ്കിൽ 2 to 4 hours ആണ് അതിൻ്റെ ആക്ഷൻ നിൽക്കുന്നത്. ഓറൽ ആണെങ്കിൽ പ്രീ സിസ്റ്റമിക് മെറ്റാബോളിസം അണ്ടർഗോ ചെയ്യും. ബയോ അവൈലബിലിറ്റി 50% ആണ്. ഓറൽ ആണെങ്കിൽ 4 to 6 hours വരെയാണ് അതിൻ്റെ ആക്ഷൻ കാണിക്കുക. ഈ ഓറൽ ബീറ്റ-2 എഗോണിസ്റ്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കൊടുക്കുക? നമുക്ക് ഇൻഹേലേഷൻ പോസിബിൾ അല്ലാത്ത കേസിലാണ് നമ്മൾ ഓറൽ ബീറ്റ-2 എഗോണിസ്റ്റ് തെറാപ്പി കൊടുക്കുന്നത്. അതിൻ്റെ ഡോസ് 2 to 4 milligram ഓറൽ ആണെങ്കിൽ, അതുപോലെ തന്നെ IM ഇൻട്രാമസ്കുലർ റൂട്ട് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് റൂട്ട് വഴിയാണെങ്കിൽ 0.25 to 0.5 milligram, 100 to 200 microgram ആണ് ഇൻഹലേഷൻ റൂട്ട് ആണെങ്കിൽ. പിന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ്. സൈഡ് എഫക്ട്സിൽ വരുന്നതാണ് പാൽപിറ്റേഷൻ, റെസ്റ്റ്ലെസ്നെസ്, നെർവസ്നെസ്, ത്രോട്ട് ഇൻഫെക്ഷൻ, ഹൈപ്പോകലീമിയ. യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ആസ്മേനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ആസ്മേൻ്റെ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാൽബ്യൂട്ടമോൾ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ടെർബ്യൂട്ടാലിൻ ആൻഡ് ഇൻഹെയിൽഡ് സാൽബ്യൂട്ടമോൾ. ടെർബ്യൂട്ടാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രോങ്കോസ്പാസത്തിന് ക്യുക്ക് റിവേഴ്സലിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് റെഗുലറായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാൻ പാടില്ല. റെഗുലർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യില്ല? ബ്രോങ്കിയൽ ഹൈപ്പർ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യില്ല, അത് പിന്നെയും വേഴ്സൺ ആക്കുകയാണ് ചെയ്യുക. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ സാൽബ്യൂട്ടമോൾ എന്ന് പറഞ്ഞ സെയിം മെക്കാനിസമാണ് ടെർബ്യൂട്ടാലിനിൽ വരുന്നത്. അഡീഷണൽ ആയിട്ടുള്ള മെക്കാനിസമാണ് മ്യൂക്കോസീലിയറി ക്ലിയറൻസ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ മൈക്രോ വാസ്കുലർ ലീക്കേജിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഡോസ് കൊടുത്തിരിക്കുന്നത് 5 milligram ഓറൽ, 0.25 milligram സബ്ക്യൂട്ടേനിയസ് റൂട്ട്, 250 microgram ഇൻഹലേഷൻ. അടുത്തത് ബാംബ്യൂട്ടറോൾ ആണ്. ബാംബ്യൂട്ടറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർബ്യൂട്ടാലിൻ്റെ പ്രോഡ്രഗ് ആണ്. അതുപോലെ തന്നെ നൊക്ടേണൽ ആൻഡ് ക്രോണിക് ആസ്മ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഒരു സിംഗിൾ ഈവനിങ് ഡോസ് ആയിട്ട് നമ്മൾ 10 to 20 milligram ഓറലി ആണ് കൊടുക്കുന്നത്. അടുത്തത് അതിൻ്റെ ഇൻട്രാക്ഷൻ ആണ്. ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടെർബ്യൂട്ടാലിൻ നമ്മൾ അസറ്റമിനോഫൻ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ഈ ടെർബ്യൂട്ടാലിൻ്റെ എക്സ്ക്രീഷൻ റേറ്റിനെ കുറയ്ക്കും, ഡിക്രീസ് ചെയ്യും. അസറ്റസോളമൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? എക്സ്ക്രീഷൻ റേറ്റിനെ കൂട്ടും. അതുപോലെ തന്നെ അസറ്റാൽക്കോളിനും ടെർബ്യൂട്ടാലിനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ്റെ റിസ്ക് എന്ത് ചെയ്യും? കൂടും. ഇതൊക്കെയാണ് അതിൻ്റെ ഇൻട്രാക്ഷൻസ് ആയിട്ട് വരുന്നത്. അടുത്തത് സാൽമെട്രോൾ. സാൽമെട്രോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോങ് ആക്ടിങ് സെലക്റ്റീവ് ബീറ്റ-2 എഗോണിസ്റ്റ് ആണ്. അതിന് സ്ലോ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആയിരിക്കും, ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ ഇൻഹലേഷൻ റൂട്ട് വഴിയാണ് യൂസ് ചെയ്യുക. ട്വൈസ് എ ഡേ ഫോർ മെയിൻ്റനൻസ് തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നൊക്ടേണൽ ആസ്മയ്ക്കും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അറ്റ്ലീസ്റ്റ് 12 hours എന്ത് ചെയ്യും? അത് ബ്രോങ്കോ ഡൈലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ്പോഫിലിസിറ്റി ആണ് ഈ സാൽമെട്രോളിൽ ലിപ്പോഫിലിസിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് അത് ലോങ് ആക്ഷൻ കാണിക്കുന്നത്. പിന്നെ കോമ്പിനേഷനായിട്ട് കൊടുക്കുകയാണെങ്കിൽ ലോങ് ആക്ടിങ് ബീറ്റ-2 എഗോണിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇൻഹലേഷൻ സ്റ്റിറോയിഡ്സിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് സാൽമെട്രോൾ 25 microgram, നമ്മൾ ഫ്ലൂട്ടിക്കസോൺ 150 or 250 microgramൻ്റെ കൂടെയാണ് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻഹെയിൽഡ് സാൽമെട്രോളും കോർട്ടിക്കോ സ്റ്റിറോയിഡും നമുക്ക് എന്ത് തരും? സൈനർജിസം അല്ലെങ്കിൽ ഡബിൾ എഫക്റ്റാണ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫോർമോട്ടറോൾ സെയിം സാൽമെട്രോളിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ബീറ്റ-2 സിമ്പതോമിമിറ്റിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത്. അടുത്തതാണ് മീന്തേൽ സാന്തിൻ. മീതേൽ സാന്തിനിൽ പറയണത് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ആസ്മ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മെയിനായിട്ട് ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണ്? ഫോസ്ഫോ ഡയസ്റ്ററൈസ് എൻസൈമിനെയാണ് അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ ഫോസ്ഫോ ഡയസ്റ്ററൈസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഈ ഫോസ്ഫോ ഡയസ്റ്ററൈസ് എൻസൈം എന്തിനാണ് യൂസ് ചെയ്യുക? CAMP into AMP ഡീഗ്രഡേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ CAMP എന്ത് ചെയ്യില്ല? AMP ആയിട്ട് കൺവേർട്ട് ആവില്ല. അപ്പോൾ CAMPൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കൂടും. CAMPൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസിൻ്റെ റിലാക്സേഷൻ കോസ് ചെയ്യും. അതിലെ ഡ്രഗാണ് തിയോഫൈലിൻ. തിയോഫൈലിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഒന്നല്ല, നമ്മൾ മോസ്റ്റ്ലി COPDയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നാച്ചുറലി ഒക്കറിങ് മീതേൽ സാന്തിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് തിയോഫൈലിൻ, തിയോബ്രോമിൻ, തിയോസാന്തിൻ, കഫീൻ എന്നൊക്കെ പറയണത്.
പിന്നെ ഫാർമക്കോ കൈനറ്റിക്സ് ആണ്, നമ്മൾ ഓറലി ആണ്, വെൽ അബ്സോർബ്ഡ് ആണ്. ടി ഹാഫ് എന്ന് പറഞ്ഞാൽ അഡൾട്ടിൽ 7 to 12 ഹവേഴ്സും ചിൽഡ്രനിൽ 8 to 5 ഹവേഴ്സും ആണ്. 10% നമ്മൾ യൂറിനിലൂടെ അൺചേഞ്ച്ഡ് ആയിട്ടാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അടുത്തത് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആണ്. ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ CNS-ലാണെങ്കിൽ എന്ത് ചെയ്യും, CNS-ലാണെങ്കിൽ തിയോഫൈലിനും കഫീനും എന്ത് ചെയ്യും, ഹയർ സെൻറ്ററിനെ എഫക്റ്റ് ചെയ്തിട്ട് നമുക്ക് നെർവസ്നെസ്, റെസ്റ്റ്ലെസ്നെസ്, പാനിക്, ഇൻസോംനിയ, ട്രെമർ, കൺവൽഷൻ ഒക്കെ കോസ് ചെയ്യും. CVS ആണെങ്കിൽ എന്ത് ചെയ്യും, ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മയോകാർഡിയൽ കോൺട്രാക്ഷൻ്റെ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ എന്ത് ചെയ്യും, രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഹാർട്ട് റേറ്റ് ഒക്കെ നമുക്ക് കാർഡിയാക് ആക്ഷൻ വഴി ഹാർട്ട് റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, വാഗൽ സ്റ്റിമുലേഷൻ വഴി അതൊക്കെ ഡിക്രീസ് ചെയ്യാം. സ്മൂത്ത് മസിൽസിന് എന്താ ഉണ്ടാവുക, റിലാക്സേഷൻ കോസ് ചെയ്യും, ബ്രോങ്കോ ഡൈലേഷൻ കോസ് ചെയ്യും. കിഡ്നിക്കാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ട്യൂബുലർ റീ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് റീനൽ ബ്ലഡ് ഫ്ലോ കൂടും. സ്കെലറ്റൽ മസിൽസിലാണെങ്കിൽ CA2+ റിലീസ് കൂടും. സ്റ്റൊമക്കിലാണെങ്കിൽ ആസിഡും പെപ്സിൻ്റെയും സെക്രീഷൻ ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ്. അടുത്തത് ADR ആണ്. ADRൽ വരുന്നതാണ് എന്ത്, ഹെഡ് ഏക്ക്, ട്രമർ, ഇൻസോംനിയ, നെർവസ്നെസ്, ടക്കികാർഡിയ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഒക്കെയാണ്. കോൺട്രാ ഇൻഡിക്കേഷനിൽ വരുന്നതാണ് ഫെനിറ്റോയിനോട്, അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഫീനോബാർബിറ്റോണിനും അതുപോലെ തന്നെ തിയോഫൈലിനൊക്കെ എന്താണ്, അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അടുത്തത് യൂസ് എന്ന് പറഞ്ഞാൽ ബ്രോങ്കിയൽ ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിലും അപ്നോയിയൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ മീഥൈൽസാന്തിൻ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ആൻറ്റി കൊളിനർജിക്സ് അല്ലെങ്കിൽ ആൻറ്റി മസ്കാർണിക് ഏജൻസ്. ആൻറ്റി കൊളിനർജിക് അല്ലെങ്കിൽ ആൻറ്റി മസ്കാർണിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താ, നോർമലി ഈ കൊളിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, M3 റിസപ്റ്ററിനെ പോയിട്ട് ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുക. M3 റിസപ്റ്ററിനെ പോയി ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫോസ്ഫോലിപ്പേസീനെ ആക്ടിവേറ്റ് ചെയ്യും. നോർമലി നടക്കുന്ന കാര്യമാണ്. കൊളിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് M3 റിസപ്റ്ററിനെ പോയി ബൈൻഡ് ചെയ്ത് ഫോസ്ഫോലിപ്പേസീനെ ആക്ടിവേറ്റ് ചെയ്യും. അത് IP3 ആൻഡ് DAG പാത്വേ ആക്ടിവേറ്റ് ചെയ്യുന്നത് വഴി CA2+, DAG, CAMPൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ മയോസിൻ, ലൈറ്റ് ചെയിൻ കൈനേസിൻ്റെ ഒക്കെ ആക്ടിവേഷൻ ഇൻക്രീസ് ചെയ്ത് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ കോസ് ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് നോർമൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ഈ ആൻറ്റി കൊളിനർജിക് അല്ലെങ്കിൽ ആൻറ്റി മസ്കാർണിക് ഏജൻസ് ആയിട്ടുള്ള ഇപ്രാട്രോപ്പിയം ബ്രോമൈഡും തയോട്രോപ്പിയം ബ്രോമൈഡും ഉണ്ട്. ഇവർ രണ്ടുപേരും എന്താ ചെയ്യുക, ഇതിനെ നേരെ റിവേഴ്സ് ചെയ്യും. അതായത് ഈ M3 റിസപ്റ്ററിനെ പോയി ബൈൻഡ് ചെയ്ത് ഇതൊക്കെ നടക്കൂലേ, അപ്പോൾ ഇതിന് ഈ ബ്രോങ്കോ കൺസ്ട്രക്ഷന് പകരം നമ്മളിവിടെ ബ്രോങ്കോ ഡൈലേഷൻ നടക്കേണ്ടത്. അപ്പോൾ ഈ ഒരു M3 റിസപ്റ്ററിനെ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. അവിടെ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് സ്മൂത്ത് മസിലിൻ്റെ റിലാക്സേഷൻ നടന്ന് ബ്രോങ്കോ ഡൈലേഷൻ നടക്കും. ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്ടിംഗ് ആണ്. 4 to 6 ഹവേഴ്സ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഇൻഹലേഷൻ വഴിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുക. തയോട്രോപ്പിയം ബ്രോമൈഡ് ലോങ് ആക്ടിംഗ് ആണ്. 24 ഹവേഴ്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. അടുത്ത ADR ആണ്. ADRന് സെറോസ്റ്റോമിയ, ബ്ലർഡ് വിഷൻ, ഡ്രൈ മൗത്ത്, കോൺസ്റ്റിപ്പേഷൻ ഒക്കെയാണ് അതിൻ്റെ ADR വരുന്നത്. അടുത്തത് ല്യൂക്കോട്രൈൻ ആൻറ്റഗോണിസ്റ്റ് ആണ്. ആൻറ്റി കൊളിനർജിക് ഓർ ആൻറ്റി മസ്കാർണിക് ഏജൻസ് കഴിഞ്ഞു. അടുത്തതാണ് ല്യൂക്കോട്രൈൻ ആൻറ്റഗോണിസ്റ്റ്. അതിൻ്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ല്യൂക്കോട്രൈൻ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ഫോസ്ഫോലിപ്പേസ് A2 വന്ന് ബൈൻഡ് ചെയ്ത് അരാക്കിഡോണിക് ആസിഡ് ഫോം ചെയ്ത് പിന്നെ ലൂക്കോട്രൈൻസ് അതിൽ സിസ്റ്റീൻ ലൂക്കോട്രൈൻ എന്ത് ചെയ്യും, ഈ സിസ്റ്റീൻ ലൂക്കോട്രൈൻ 1 റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ കോസ് ചെയ്യും, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്ത് ഇൻഫ്ലമേഷൻ കോസ് ചെയ്ത് ആസ്മ കോസ് ചെയ്യും. പക്ഷെ നമ്മുടെ ലൂക്കോട്രൈൻ ആൻറ്റഗോണിസ്റ്റ് എന്ത് ചെയ്യും, ഈ ഒരു സിസ്റ്റീൻ ലൂക്കോട്രൈനെ ഇൻഹിബിറ്റ് ചെയ്യും. സിസ്റ്റീൻ ലൂക്കോട്രൈനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി അതെന്ത് ചെയ്യില്ല, നമ്മുടെ ഈ സിസ്റ്റീൻ ലൂക്കോട്രൈൻ 1 റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യില്ല. ആ ബൈൻഡ് ചെയ്യാത്തത് കാരണം അവിടെ സ്മൂത്ത് മസിൽ റിലാക്സേഷൻ നടന്ന് ബ്രോങ്കോ ഡൈലേഷൻ കോസ് ചെയ്യും. അങ്ങനെ നമുക്ക് ആസ്മേനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് മോണ്ടി ലൂക്കാസ്റ്റും സാഫിർ ലൂക്കാസ്റ്റും. ഓക്കെ, അടുത്തത് അതിൻ്റെ യൂസസ് ആണ്. യൂസസ് എന്ന് പറഞ്ഞാൽ മൈൽഡ് ടു മോഡറേറ്റ് ആസ്മ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ആസ്മ, എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. സൈഡ് എഫക്ട്സ് ആണ് അബ്ഡോമിനൽ പെയിൻ, ഹെഡ് ഏക്ക്, റാഷ്. ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓറലി അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഹൈ പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ടഡ് ആണ്. മോണ്ടി ലൂക്കാസ്റ്റ് ആണെങ്കിൽ T-half 3 to 6 ഹവേഴ്സും സാഫിർ ലൂക്കാസ്റ്റ് ആണെങ്കിൽ 8 to 12 ഹവേഴ്സും ആണ്. അടുത്തതാണ് മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ്.
മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ആണ്. അതിൻ്റെ ആക്ഷൻ കാണിക്കുക എങ്ങനെയാണ്? മാസ്റ്റ് സെൽസിനെ ഡീഗ്രാനുലേഷൻ ചെയ്യാണ്. അവിടെ ഡീഗ്രാനുലേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ്. അപ്പോൾ മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് എന്താ ചെയ്യുക? ഈ മാസ്റ്റ് സെൽസിൻ്റെ ഡീഗ്രാനുലേഷനെ കുറച്ച് മീഡിയേറ്റേഴ്സിൻ്റെ റിലീസിനെ കുറയ്ക്കും. അങ്ങനെ ഇൻഫ്ലമേഷൻ കുറയും, ആസ്മ കുറയും. ഇതാണ് മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സിൻ്റെ മെക്കാനിസം. അടുത്ത അതിൻ്റെ ഡ്രഗാണ് സോഡിയം ക്രോമോഗ്ലൈക്കേറ്റ്. ഈ സോഡിയം ക്രോമോഗ്ലൈക്കേറ്റ് എന്തല്ല? ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് അല്ല, പക്ഷേ അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഉണ്ട്. അറ്റാക്ക് സമയത്ത്, അതായത് ഈ ആസ്മ അറ്റാക്ക് സമയത്ത് ഇത് എഫക്റ്റീവ് അല്ല. മെയിൻലി എക്സ്ട്രിൻസിക് ആസ്മയിലാണ് നമ്മൾ മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് ആയിട്ടുള്ള സോഡിയം ക്രോമോഗ്ലൈക്കേറ്റ് യൂസ് ചെയ്യുക. അതിൻ്റെ ADR ആണ് കഫ് ഇറിറ്റേഷൻ, ഡിസീനസ്, നോസിയ. അടുത്തത് നമ്മൾ എയറോസോൾ ആയിട്ടാണ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. മീറ്റർ ഡോസ് ഇൻഹേലേഴ്സ് വഴി MDI വഴി നമ്മൾ എയറോസോൾ ആയിട്ടാണ് യൂസ് ചെയ്യുക. അടുത്തതാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിക്കോസ്റ്റിറോയിഡ് റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഡ്രഗ് റിസപ്റ്റാർ കോംപ്ലക്സ് ഫോം ചെയ്ത് ന്യൂക്ലിയസിലോട്ട് മൂവ് ചെയ്യും, DNA ആയിട്ട് ബൈൻഡ് ചെയ്യും. DNA ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് സ്പെസിഫിക് mRNAൻ്റെ സിന്തസിസ് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ mRNAൻ്റെ റിലീസ് ഉണ്ടാവുന്ന വഴി നമുക്ക് എന്ത് ചെയ്യും? ഈ സൈറ്റോകൈൻ്റെ ഫോർമേഷൻ കുറയ്ക്കാൻ പറ്റും. പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അതുപോലെ തന്നെ ലൂക്കോട്രൈൻസിൻ്റെ, ഇസിനോഫിൽ, PAF സിന്തസിസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇൻ്റർലൂക്കിൻ 3ൻ്റെ സിന്തസിസ് ഒക്കെ നമുക്ക് കുറച്ചിട്ട് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുക, അതിൻ്റെ റിലീസിനെ പ്രിവെൻറ്റ് ചെയ്യാം. അങ്ങനെ റിലീസിനെ പ്രിവെൻറ്റ് ചെയ്ത് നമുക്ക് ബ്രോങ്കോ ഡൈലേഷൻ കോസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആസ്മേനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ചെയ്യണത്. 2 ടൈപ്പ് ഉണ്ട്. ഇൻഹലേഷൻ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഉണ്ട്, സിസ്റ്റമിക് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഉണ്ട്. ഇൻഹലേഷൻ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ് ആസ്മേൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. നമ്മൾ അക്യൂട്ട് ആസ്മ അറ്റാക്സിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നില്ല. അക്യൂട്ട് ആസ്മേൻ്റെ എപ്പിസോഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. നമ്മൾ കോമ്പിനേഷനായിട്ടാണ് കൂടുതൽ ബീറ്റ-2 എഗോണിസ്റ്റ് ആയിട്ട് കോമ്പിനേഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലെസ് സൈഡ് എഫക്ട്സ് ആയിരിക്കും. സിസ്റ്റമിക് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ സിവിയർ ക്രോണിക് ആസ്മേൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബീറ്റ-2 സിമ്പതോമിമിറ്റിക്സിന് ആസ്മ കണ്ടീഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത കേസസിൽ നമ്മൾ സിസ്റ്റമിക് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യും. പിന്നെ ബ്രീഫ് പീരീഡിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതിന് ഷോർട്ട് ഹാഫ് ലൈഫ് ആയിരിക്കും, സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കും. ഇതാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സിൽ പറയുന്നത്. അടുത്തത് IgE ആൻറ്റിബോഡീസ് ആണ്. അതിന് എക്സാമ്പിളാണ് ഒമാലിസുമാബ്. ഈ ഒമാലിസുമാബ് എന്ന് പറഞ്ഞാൽ ഒരു മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ് ഈ IgEക്ക് അഗെയിൻസ്റ്റ് ഉള്ളത്. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ എന്തുണ്ടാവും? ഫ്രീ ആയിട്ട് IgE ഉണ്ടായിരിക്കും. ആ IgEയിൽ പോയിട്ട് ഒമാലിസുമാബ് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. അങ്ങനെ കോംപ്ലക്സ് ഫോം ചെയ്യും. അത് മാസ്റ്റ് സെല്ലുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ മാസ്റ്റ് സെല്ല് അവിടെ ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിൻ്റെ റിലീസ് ഉണ്ടാവില്ല. അങ്ങനെ ബ്രോങ്കോ ഡൈലേഷൻ കോസ് ചെയ്യും. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ ഒമാലിസുമാബ്. പിന്നെ നമുക്ക് നോൺ അലർജിക് ആസ്മയ്ക്ക് അത് ബെനിഫിഷ്യൽ അല്ല. സബ്ക്യൂട്ടേനിയസ് റൂട്ട് വഴിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ADR ആണ് ഫീവർ, റാഷ്, അതുപോലെ തന്നെ അനാഫിലേറ്റിക് റിയാക്ഷൻസ്. ഇതൊക്കെയാണ് IgE ആൻറ്റിബോഡീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ആൻറ്റി ആസ്മാറ്റിക് ഡ്രഗ്സ് ആണ് നോക്കിയത്. അതിൽ എന്താണ് ബ്രോങ്കിയൽ ആസ്മ, അതിൻ്റെ സിംറ്റംസ്, പാത്തോഫിസിയോളജി, അവിടെ നടക്കുന്ന സീരീസ് ഓഫ് പ്രോസസ്, ക്ലാസിഫിക്കേഷൻ, അതിൽ തന്നെ ബീറ്റ-2 സിമ്പതോമിമിറ്റിക്സും അതിലുള്ള ഡ്രഗ്സും, പിന്നെ മീഥൈൽ സാന്തിൻ, ആൻറ്റി കൊളിനർജിക് ഓർ ആൻറ്റി മസ്കാർണിക് ഏജൻറ്റ്, ലൂക്കോട്രൈൻ ആൻറ്റഗോണിസ്റ്റ്, മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ്, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, IgE ആൻറ്റിബോഡീസ്. ഇതിലുള്ള ഡ്രഗ്സും എക്സാമ്പിൾസും അതിൻ്റെ യൂസസ്, ഫാർമക്കോകൈനറ്റിക്സ്, ADR മെക്കാനിസം ഒക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫാർമ ഫോക്കസിൽ കൂടെ വീണ്ടും കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.